بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്ന ഇഹ്യാ ഉലൂമുദ്ദീൻ അതിന്റെ സെഷനാണ്, സൂമിലെ സെഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് കിതാബ് സ്ക്രീനിൽ നൽകാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ചർച്ചയിൽ കൊണ്ടുവരുന്നത്. തുടങ്ങാത്തത് കൊണ്ടാട്ടോ ഇപ്പൊ കേൾക്കുന്നുണ്ടാവുമല്ലോ. സംസാരിക്കാനോ മൈക്കാനോ ഓഫ് ചെയ്തിട്ടുള്ളത്, എന്തെങ്കിലും സംസാരിക്കാനോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്താൽ മതി. അതുപോലെ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യാം. ഇൻഷാ അല്ലാഹ് സ്ക്രീന് കിതാബ് സ്ക്രീനിൽ നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് അങ്ങോട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മള് ബയാനു അലാമാത്തി ഹുസ്നുൽ ഖുലുഖ്, ഹുസ്നുൽ ഖുലുഖിന്റെ ലക്ഷണങ്ങൾ, അതിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കുമ്പോഴാണല്ലോ അത് ഫോളോ ചെയ്യാൻ പറ്റുക, ഇത്തിബാ ചെയ്യാൻ പറ്റുക. ഏലം അന്ന കുല്ല ഇൻസാനിൻ, ഏലം അന്ന കുല്ല ഇൻസാനിൻ ജാഹിലുൻ ബി ഉയൂബി നഫ്സിഹി, എല്ലാരും പൊതുവെ അവരവരുടെ ന്യൂനതകൾ അറിയില്ല. നമ്മളിങ്ങനെ നമുക്ക് ഉള്ള സ്വയം ന്യൂനതകൾ മനസ്സിലാക്കുക എന്നത് പൊതുവെ ആൾക്കാർ അറിയാത്തൊരു വിഷയമാണ്. ഫൈദാ ജാഹദ നഫ്സഹു അദ്നാ മുജാഹദത്തി ഹത്താ തറക ഫവാഹിഷൽ മആസി, ഒരാള് സ്വയം തന്നെ ഫൈദാ ജാഹദ നഫ്സുഹു എന്ന് പറയാം, സ്വയം തന്നെ ഒരാൾ പരിശ്രമിച്ചാൽ അദ്നാ മുജാഹദത്തിൻ കുറച്ചൊക്കെ, ഹത്താ തറക ഫവാഹിഷൽ മആസി തെറ്റുകളൊക്കെ, വലിയ വലിയ തെറ്റുകളൊക്കെ അയാൾ മാറ്റി നിർത്തി. എന്നാൽ റുബമാ യظن ബിനഫ്സിഹി അന്നഹു ഹദ്ദബ നഫ്സഹു, ചിലപ്പോഴൊക്കെ തോന്നും നമ്മള് മനസ്സിനെ ഉഷാറാക്കിയിട്ടുണ്ട് എന്ന് തോന്നും. ഹസന ഖുലുഖഹു, സ്വഭാവമൊക്കെ ഉഷാറാക്കി, എല്ലാം ഉഷാറായി എന്ന് തോന്നും. കുറച്ച് ചെയ്യുമ്പോ തന്നെ കുറെ ആയി എന്ന് തോന്നും. വസ്തവന അനിൽ മുജാഹദത്ത്, പിന്നെ ഈ പരിശ്രമമൊക്കെ അവിടെ വേണ്ടാന്ന്. ഫലാമുദ്ദമിൻ ഇളാഹി അലാമത്തി ഹുസ്നുൽ ഖുലുഖ്, അതുകൊണ്ട് തന്നെ ഹുസ്നുൽ ഖുലുഖ് എന്താണ് എന്ന് നന്നായി പറഞ്ഞാലേ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഫൈന ഹുസ്നുൽ ഖുലുഖ് ഹുവൽ ഈമാൻ, കാരണം ഹുസ്നുൽ ഖുലുഖ് എന്നത് ഈമാനാണ്. വസൂഉൽ ഖുലുഖ് ഹുവൻ നിഫാഖ്, ദുസ്വഭാവം എന്നത് നിഫാഖാണ്, കാപട്യമാണ്. വഖദ് ദക്കറല്ലാഹു തആല സിഫാത്തിൽ മുഅ്മിനീൻ വൽ മുനാഫിഖീൻ ഫീ കിതാബിഹി, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു മുഅ്മിനീങ്ങളുടെ വിശേഷണവും മുനാഫിഖീങ്ങളുടെ വിശേഷണവും പറഞ്ഞിട്ടുണ്ട്. വഹിയ ബിജുംലത്തിഹാ സമറത്തു ഹുസ്നുൽ ഖുലുഖ് വസൂഉൽ ഖുലുഖ്, അതാണ് മൊത്തത്തിൽ സൽസ്വഭാവവും ദുസ്വഭാവവും. ഇപ്പൊ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫൽനൂരിദ് ജുംലത്തൻ മിൻ ദാലിക ലിതഅലമ ആയത ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവത്തിന്റെ ലക്ഷണം, ഹുസ്നുൽ ഖുലുഖിന്റെ ലക്ഷണം മനസ്സിലാകാൻ ഞാൻ കുറച്ച് പറയാം. قال الله تعالى قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم عن اللغو معرضون. ഈ ആയത്തുകൾ അതിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂചിപ്പിക്കുന്നതാണ് എന്തൊക്കെ? ഒന്ന്, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാവുക. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, ഈ
അനാവശ്യ വിനോദങ്ങളിലും മറ്റുമൊക്കെ വല്ലാതെ പോകാതിരിക്കുക. വല്ലദീനഹും ലിസ്സക്കാത്തി ഫാഇലൂൻ, സക്കാത്ത് കൊടുക്കേണ്ടവർ സക്കാത്ത് കൊടുക്കുക. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, ലൈംഗിക കുറ്റകൃത്യങ്ങൾ സൂക്ഷിക്കുക. ഇതൊക്കെ ഒരു ഭാഗമാണ്. പിന്നെ ഇലാ ഖൗലിഹി ഉലൈക ഹുമുൽ വാരിസൂൻ, ഉലൈക ഹുമുൽ വാരിസൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മഅലൂമീൻ ഫമൻ ഇബ്തഗ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. അതിന്റെ അപ്പുറം ശ്രമിച്ചാൽ, അതായത് ലൈംഗിക കുറ്റകൃത്യങ്ങളിലേക്ക് പോയാൽ അത് അതിക്രമമാണ്. വല്ലദീനഹും ലി അമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, വിശ്വസ്തത പാലിക്കുക, കരാറുകൾ പാലിക്കുക. വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, നിസ്കാരം ശ്രദ്ധിക്കുക. ഉലൈക ഹുമുൽ വാരിസൂൻ. ഇതുവരെ ഇത് മുഅ്മിനീങ്ങളുടെ ലക്ഷണമാണ്. വഖാല അസ്സ വജല്ല, ഖുർആനിൽ കാണാം അടുത്തത്, അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂനസ് സായിഹൂൻ അർറാകിഊനസ് സാജിദൂനൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ വൽഹാഫിളൂന ലിഹുദൂദില്ലാഹ് വബശ്ശിരിൽ മുഅ്മിനീൻ. സൂറത്തു തൗബ, സൂറത്തു തൗബയിലെ സൂറത്തു തൗബയിലെ 112-ാമത്തെ ആയത്ത്. ഇതാണ് അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂനസ് സായിഹൂൻ അർറാകിഊനസ് സാജിദൂനൽ ആമിറൂന ബിൽ മഅറൂഫ്. തൗബ ചെയ്യുന്നവർ, ഇബാദത്ത് ചെയ്യുന്നവർ, എപ്പോഴും ഹംദ് ചെയ്യുന്നവർ, ഇബാദത്തുകൾ ചെയ്യുന്നവർ, നിസ്കാരവും, അൽ ആമിറൂന ബിൽ മഅറൂഫ്, നന്മകൾ കൽപ്പിക്കുക, വന്നാഹൂന അനിൽ മുൻകർ, തിന്മകൾ വിരോധിക്കുക, വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ്, നിയമങ്ങൾ പാലിക്കുക. ഇത് ഈമാനിന്റെ ലക്ഷണമാണ്. ഇതല്ലാത്തത് നിഫാഖിലേക്കുള്ള ലക്ഷണവുമാണ്. വബശ്ശിരിൽ മുഅ്മിനീൻ, അത് വബശ്ശിരിൽ മുഅ്മിനീൻ, ഇതാണ് ആയത്തിന്റെ അവസാനമാണ്. ഇനി വഖാല അസ്സ വജല്ല ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്തു ഖുലൂബുഹും, സൂറത്തുൽ അംഫാലിന്റെ 2-ാമത്തെ ആയത്ത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്തു ഖുലൂബുഹും വഇദാ തുലിയത് ആയാതുഹും വസാദതുഹും ഈമാനം വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഈമാനുള്ളവർക്ക് അള്ളാഹു എന്ന വിഷയം ഓർമ്മ വന്നാൽ, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയം അത് ഭയവിഹ്വലമാകും, അല്ലെങ്കിൽ അത് ഭക്തിയുള്ളതാകും. അള്ളാഹുവിന്റെ ആയാത്തുകൾ ഓതപ്പെട്ടാൽ അവർക്ക് ഈമാൻ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവര് അള്ളാഹുവിൽ തവക്കുലാക്കും. ഈമാനിന്റെ ലക്ഷണങ്ങളാണ്, സൽസ്വഭാവമാണ് ഇതൊക്കെ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്തു ഖുലൂബുഹും. പിന്നെ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, 4 ആയത്ത്. അല്ലദീന യുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. നിസ്കരിക്കുന്നവർ, അതുപോലെ സദഖ ചെയ്യുന്നവർ, സംഭാവന ചെയ്യുന്നവർ, ഇതൊക്കെ ഈമാനിന്റെ ലക്ഷണമാണ്. ഇനി വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനൻ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ ഈ അടിമകൾ, അള്ളാഹുവിന്റെ ഈമാനുള്ളവർ, അള്ളാഹുവിൽ ഈമാനുള്ളവർ, അവരുടെ സ്വഭാവം എന്താണ്? വിനയത്തോടെ നടക്കും. അവരെ വിവരമില്ലാത്തവർ അവരെ അഭിസംബോധന ചെയ്താൽ, കുറ്റം പറയാനും ആക്ഷേപിക്കാനും ഒക്കെ വന്നാൽ, കലഹിക്കാനൊക്കെ വന്നാൽ,
ഖാലു സലാമ, അവരെന്ത് പറയും? ഞങ്ങളില്ല, ഒരു തർക്കത്തിനും ബഹളത്തിനൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ ഒഴിവാകും. ഇലാ ആഖിരി സൂറ. 63 മുതൽ അതിന്റെ എൻഡ് വരെ അതാണ് സൂറത്തുൽ ഫുർഖാൻ. ഇതാണ് ആ ഭാഗം. വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗനൻ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. ആൾക്കാരോട് തർക്കിക്കാതിരിക്കുക. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുക. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം. പടച്ചോനെ ശിക്ഷിക്കരുതേ എന്ന് അല്ലാഹുവിനോട് വിനയത്തോടെ ദുആ ചെയ്യുക. ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമ വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫു. അവര് ചെലവഴിക്കുന്ന സമയത്ത് അമിതമാക്കൂല. വലം യംഖുതുറു, അവർ പിശുക്ക് കാണിക്കൂല. വകാന ബൈന ദാലിക ഖവാമ, മിതത്വം പാലിക്കും. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ അവര് അല്ലാഹു അല്ലാത്ത മറ്റൊരു ഇലാഹിലേക്ക് അവര് ഇബാദത്ത് ചെയ്യാൻ പോകൂല. വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അവർ മറ്റൊരാളെ കൊല ചെയ്യൂല. വലാ യസ്നൂൻ, വ്യഭിചരിക്കൂല. വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ യുളഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാന ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹൻ. തൗബ ചെയ്യുന്നവർ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അല്ലാഹു വലിയ പ്രതിഫലം നൽകും തൗബ ചെയ്യുന്നവർ. കാന അല്ലാഹു ഗഫൂറുർ റഹീം. വമൻ താബ വഅമില സ്വാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ വല്ലദീന ലാ യശ്ഹദൂന അസ്സൂറ വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ. കള്ളസത്യം ചെയ്യാതിരിക്കുക. വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖ്റൂ അലൈഹാ സുമ്മൻ വഉമ്യാന. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പറഞ്ഞാൽ അവരതിനെ അവഗണിക്കൂല. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അവരുടെ ദുആ ആണ്, പടച്ചോനെ ഞങ്ങളെ മക്കളെയും ഭാര്യമാരെയും കുടുംബത്തെയും ഒക്കെ നന്നാക്കി തരണേ. ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമ. അവർക്ക് വലിയ പ്രതിഫലം സ്വർഗ്ഗത്തിൽ ലഭിക്കും. ഖാലിദീന ഫീഹാ ഹസനത്തു മുസ്തഖറൻ വമുഖാമ. ഖുൽ മാ യഅബഉ റബ്ബി മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും ഫഖദ് കദ്ദബതും ഫസൗഫ യകൂനു ലിസാമ. മറ്റുള്ളവരോട് തർക്കത്തിന് പോകാതെ നമ്മുടെ ലക്ഷ്യം ഇതാണ് എന്ന് പറയുന്നവരാണ് മുഅ്മിനീൻ. ഇല ആഖിരി സൂറ. മൻ അഷ്കല അലൈഹി ഹാലുഹു മൻ ഉഷ്കില അലൈഹി ഹാലുഹു. ഒരാൾക്ക് എന്റെ അവസ്ഥ എന്താന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ, അതായത് എനിക്ക് സൽസ്വഭാവം ഉണ്ടോ ഇല്ലേ, ഫൽയുരിൽ നഫ്സഹു അലാ ഹാദിഹിൽ ആയാത്ത്. ഈ ലക്ഷണങ്ങളൊക്കെ എന്നിലുണ്ടോ? നിസ്കാരം, തൗബ, സൽസ്വഭാവം, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, ഇതൊക്കെ പറഞ്ഞതൊക്കെ ഉണ്ടോ എന്ന് നോക്കുക, നോട്ട് ചെയ്യാം. എന്നിട്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ അലാമത്തു ഹുസ്നുൽ ഖുലുഖ്, അത് ഹുസ്നുൽ ഖുലുഖിന്റെ ലക്ഷണമാണ്. ഇത് തീർത്തു ഇല്ലെങ്കിൽ അലാമത്തു സൂഉൽ ഖുലുഖ്, അത് സൂഉൽ ഖുലുഖുമാണ്. ഈ പറഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ അത് സൂ. വജൂദു ബഅദിഹാ ദൂന ബഅദിൻ, കുറച്ചേ ഉള്ളൂ എങ്കിലോ യദുല്ലു അലൽ ബഅദ് ദൂനൽ ബഅദ്, കുറച്ച് സൽസ്വഭാവമേ ഉള്ളൂന്ന് മനസ്സിലാവും. ഫൽയസ്തഗിൽ ബിതഹ്സീലി മാ ഫഖദഹു വഹഫള മാ വജദഹു. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ ആണെങ്കിൽ ആ ഇല്ലാത്തതും കൂടി ഉണ്ടാക്കിയെടുക്കണം, ഉള്ളത് നിലനിർത്താൻ ശ്രമിക്കും. ഫഖദ് വസഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്മിന ബിസിഫാത്തിൻ കസീറത്തിൻ വഅശാറ ബിജമീഇഹാ ഇലാ മഹാസിനിൽ അഖ്ലാഖ്. വിധങ്ങൾ കുറെ സിഫത്തുകൾ പറഞ്ഞു സത്യവിശ്വാസി. എന്നിട്ട്
അതെല്ലാം ആണ് എന്ത് സൽസ്വഭാവം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അൽ മുഅ്മിനു യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. ഒരു സത്യവിശ്വാസി സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടും. ഖാല അലൈഹിസ്സലാം മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു. ഈമാനുള്ളവൻ അതിഥിയെ ബഹുമാനിക്കും, സൽക്കരിക്കും. وقال صلى الله عليه وسلم من كان يؤمن بالله واليوم الآخر فليكرم جاره. അയൽവാസിയെ ബഹുമാനിക്കും, അയൽവാസിയോട് നല്ല രീതിയിൽ പെരുമാറും. وقال ومن كان يؤمن بالله واليوم الآخر فليقل خيرا أو ليصمت. നല്ലത് പറയും, അല്ലാത്തപ്പോൾ അയാൾ മൗനം പാലിക്കും സംസാരിക്കുമ്പോൾ. വദക്കറ അന്ന സിഫാത്തൽ മുഅ്മിനീന ഹിയ ഹുസ്നുൽ ഖുലുഖ്. അത് സൽസ്വഭാവമാണ്. സത്യവിശ്വാസികളുടെ വിശേഷണം, മുഅ്മിനീങ്ങളുടെ വിശേഷണം അത് സൽസ്വഭാവമാണ്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും അഖ്ലാഖാ. ഈമാൻ ഏറ്റവും നല്ലവരാരാണ്? സ്വഭാവം ഏറ്റവും നല്ലവരാണ്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റഅയ്തുൽ മുഅ്മിന സമൂതൻ വഖൂറൻ ഫദ്നൂ മിൻഹു ഫഇന്നഹു യുലഖനുൽ ഹിക്മത. ഒരു വിശ്വാസിയെ നിങ്ങൾ കാണുകയാണ്, നല്ല ഒരു ഗാംഭീര്യമുള്ള ആളാണ്, അയാൾ മൗനം പാലിക്കുന്നു, അനാവശ്യമായിട്ട് സംസാരിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അയാളുടെ അടുത്ത് നിന്ന് കൂടിക്കോ. എന്നാൽ അയാളുടെ അടുത്ത് നിന്ന് അറിവ് കിട്ടും, ഹിക്മത്ത. വഖാല മൻ സർറത്തുഹു ഹസനത്തുഹു വസാഅത്തുഹു സയ്യിഅത്തുഹു ഫഹുവ മുഅ്മിൻ. വളരെ നല്ലൊരു മുഅ്മിനിന്റെ ഐഡന്റിറ്റിയാണ്. മൻ സർറത്തുഹു ഹസനത്തുഹു വസാഅത്തുഹു സയ്യിഅത്തുഹു ഫഹുവ മുഅ്മിൻ. നല്ലത് ചെയ്താൽ സന്തോഷം ഉണ്ടാകണം, മോശം ചെയ്താൽ അപ്പം എന്ത് ചെയ്യണം? പ്രയാസം ഉണ്ടാകണം. അത് മുഅ്മിന്റെ ലക്ഷണമാണ്, അത് മുഅ്മിനിന്റെ ലക്ഷണം. മൻ സർറത്തുഹു ഹസനത്തുഹു വസാഅത്തുഹു സയ്യിഅത്തുഹു ഫഹുവ മുഅ്മിൻ. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഹല്ലു ലിമുഅ്മിനിൻ അൻ യുശീറ ഇലാ അഖീഹി ബിനളറത്തിൻ തുഅദീഹി. ഒരു വിശ്വാസി മറ്റൊരാളെ പ്രയാസപ്പെടുത്തുന്ന ഒരു നോട്ടം പോലും നോക്കാൻ പാടില്ല. അതായത് അയാളെ മുഖത്തൊന്ന് തുറിച്ചു നോക്കിയിട്ട് ഭീഷണിപ്പെടുത്തുന്ന ആ നോട്ടം പോലും ഒരാൾ നോക്കുന്നത് മോശമാണ്. ഒരാൾ അങ്ങനെ നോക്കാൻ പാടില്ല. അത് ഗൗരവത്തോടെ കാണേണ്ടതാണ്. അത് വലിയൊരു വിഷയമാണ്. മനുഷ്യന്റെ ചിന്തയിൽ ഈ ഒരു ചിന്ത വരണം. അങ്ങനെയാണെങ്കിൽ ലൈഫ് നന്നാണ്. വഖാല അലൈഹിസ്സലാം ലാ യഹല്ലു ലിമുസ്ലിമിൻ അൻ യുറബ്ബിഅ മുസ്ലിമ. മറ്റൊരാളെ ഭീഷണിപ്പെടുത്തരുത്. അത് ഉസ്താദായാലും മാതാപിതാക്കളായാലും ജ്യേഷ്ഠാനുജന്മാരായാലും ഭീഷണിപ്പെടുത്തരുത്. അതൊന്നും സൽസ്വഭാവമല്ല. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ യതജാലസുൽ മുതജാലിസാനി ബി അമാനത്തില്ലാഹി അസ്സ വജല്ല. രണ്ടാൾ ഒന്നിച്ചിരിക്കുന്നത് അതൊരു അള്ളാഹുവിന്റെ അമാനത്താണ്. നമ്മൾ രണ്ടാൾ ഒന്നിച്ചിരിക്കുമ്പോൾ അതൊരു അമാനത്താണ്. ഫലാ യഹില്ലു ലി അഹദിഹിമാ അൻ യുഫ്ശിയ അലാ അഖീഹിമാ യക്റഹുഹു. പിന്നീട് എന്ത് ചെയ്യരുത്? അയാളുടെ ഒരു നെഗറ്റീവ് മറ്റൊരാളോട് പറയരുത്. ഒന്നിച്ചിരിക്കുക, അപ്പോ ഷാറ് കുറച്ച് കഴിഞ്ഞിട്ട് അവസരം കിട്ടുമ്പോൾ എന്റെ കുറ്റം മറ്റുള്ളവരോട് പറയാം. ഇത് ചെയ്യരുത്. അത് ജ്യേഷ്ഠാനുജന്മാര് ചെയ്യരുത്, സഹപാഠികൾ ചെയ്യരുത്, സഹപ്രവർത്തകർ ചെയ്യരുത്. എല്ലാം ശ്രദ്ധിക്കണം. മറ്റൊരാളുടെ വഷളത്തരം പോയി മറ്റൊരാളോട് പറയും. വജ്ജമാ ബഅദുഹും അലാമാത്തി ഹുസ്നുൽ ഖുലുഖ്. ചില മഹാന്മാര് ഹുസ്നുൽ ഖുലുഖിന്റെ ലക്ഷണം എല്ലാം കൂടെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞത്? ഫഖാല ഹുവ അൻ യകൂന കസീറൽ ഹയാഇ ഖലീലൽ അദാ. ലജ്ജയുള്ളവരാകണം. പിന്നെ ഒരാൾക്കും പ്രയാസം ഉണ്ടാകും. കസീറ സ്വലാഹി സുദൂഖൽ ലിസാനി. പറയുന്നതൊക്കെ സത്യസന്ധമായിരിക്കണം. എപ്പോഴും നന്മ ഉണ്ടാകണം. ഖലീലൽ കലാമി കസീറൽ അമലി. കുറേ പറയാ, അമല് വളരെ കുറച്ച്. അങ്ങനെയല്ല, കുറച്ച് സംസാരിക്കുക, അമല് കുറെ ചെയ്യുക. ഖലീല സലലി ഖലീലൽ ഫുബൂലി. അബദ്ധങ്ങൾ കൂടുതൽ വരരുത്. തൊട്ടും തെറ്റ് മിസ്റ്റേക്ക് ആകരുത്. അനാവശ്യ സംസാരം വളരെ കുറച്ചേ, എന്തെങ്കിലും ചെറിയ കാര്യമില്ലാത്ത സംസാരം വളരെ കുറച്ചേ വരാം. ബർറൻ വസൂലൻ. ബന്ധം ചേർക്കുന്ന ആളാകണം. നല്ല നന്മ ചെയ്യുന്ന ആളാകണം. വക്കൂറൻ. ഒരു വഷളനാകരുത്. ഒരു സ്റ്റാൻഡേർഡ് ആകണം. സ്വബൂറൻ. ക്ഷമയുള്ള ആളാകണം. ഷക്കൂറൻ. എപ്പോഴും നന്ദി വേണം. എല്ലാരോടും നന്ദി വേണം. റളിയൻ. എല്ലാറ്റിനോട് തൃപ്തി തോന്നുന്ന ആളാകണം. ഹലീമൻ. സഹനമുള്ള ആളാകണം. റഫീഖൻ.
മയത്തിൽ പെരുമാറുന്ന ആളാകണം. അഫീഫൻ, ഒരു വ്യക്തിശുദ്ധി പുലർത്തുന്ന ആളാകണം. ഷഫീഖൻ, കരുണയോടെയും സ്നേഹത്തോടെയും പെരുമാറുന്ന ആളാകണം. ലാല ആനൻ, ശപിക്കുന്നവരാകരുത്. വല സബ്ബാബൻ, ചീത്ത പറയുന്ന ആളാകരുത്. വല നമ്മാമൻ, ഓരോരുത്തരുടെ കുറ്റം അപ്പിപ്പുറം പോയി പറയുന്ന ആളാകരുത്. വല മുഹത്താബൻ, കുറ്റം പറയുന്ന ആളാകരുത്. വല അജൂലൻ, അനാവശ്യ ധൃതിയുള്ള ആളാകരുത്. എല്ലാറ്റിനും ധൃതി. വല ഹക്കൂദൻ, ഉള്ളിൽ വിരോധം കൊണ്ട് നടക്കുന്ന ആളാകരുത്. വല ബഖീലൻ, പിശുക്കുള്ള ആളാകരുത്. വല ഹസൂദൻ, അസൂയുള്ള ആളാകരുത്. ബശാശൻ, വഷളത്തരങ്ങൾ പറഞ്ഞു നടക്കുന്ന ആളാകരുത്. ഹശാശൻ, കണ്ടതും കേട്ടൊക്കെ പ്രചരിപ്പിക്കുന്ന ആളാകരുത്. യുഹിബ്ബു ഫില്ലാ വയുബ്ഗിദു ഫില്ലാ, അള്ളാഹുവിന്റെ വഴിയിൽ സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്യണം. തെറ്റിനെ വെറുക്കണം, നന്മയെ സ്നേഹിക്കണം. വയർലാ ഫില്ലാ വയർലബു ഫില്ലാ, അള്ളാഹുവിന്റെ വഴിയിൽ തൃപ്തിപ്പെടണം, അള്ളാഹുവിന്റെ വഴിയിൽ കോപിക്കേണ്ടി വന്നാൽ കോപിക്കണം. ഫഹാദാ ഹുവ ഹുസ്നുൽ ഖുലുഖ്, ഇതാണ് ഹുസ്നുൽ ഖുലുഖ് എന്ന് ചില മഹാന്മാർ വിശദീകരിച്ചു. അപ്പോ ഹുസ്നുൽ ഖുലുഖിന്റെ ലക്ഷണങ്ങളാണ് ഇന്ന് പറഞ്ഞത്. ഇനി കുറച്ചുകൂടി ഭാഗം പറഞ്ഞാൽ ഗസാലിമാമിന്റെ ഈ ഭാഗങ്ങൾ ഇങ്ങനെ വിശദീകരണം അത് കേൾക്കുകയും വായിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ കുറെ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റെല്ലാ ഭാഗങ്ങളും 2 ബാബുകളാണ് ഇപ്പൊ പൂർത്തിയായത്. ഇത് പൂർണ്ണമായി ചർച്ചയിൽ കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, അലാമത്തിൽ മുഅ്മിനി വൽ മുനാഫിഖ്, മുനാഫിഖിന്റെയും മുഅ്മിനിന്റെയും ലക്ഷണത്തെ കുറിച്ച് ചോദിക്കപ്പെട്ടു. ഫഖാല ഇന്നൽ മുഅ്മിന ഹിമ്മത്തുഹു ഫിസ് സ്വലാഹ്, ഒരു വിശ്വാസിക്ക് നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതായി. വസ്സിയാമി വൽ ഇബാദത്ത്, നോമ്പ്, ഇബാദത്ത് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായി. വൽ മുനാഫിഖു ഹിമ്മത്തുഹു ഫിത് ത്വആം, മുനാഫിഖായ മനുഷ്യന് എപ്പോഴും ഭക്ഷണം പ്രധാനമായിരിക്കും. വശറാബി, പാനീയം പ്രധാനമായിരിക്കും. കൽ ബഹീമത്ത്, മൃഗങ്ങളെപ്പോലെ. മുഅ്മിനിന് എപ്പോഴും ഇബാദത്ത് ചെയ്യണം, നോമ്പ് നോൽക്കണം, നിസ്കരിക്കണം, ഇബാദത്തുകൾ ചെയ്യണം. മുനാഫിഖിന് എപ്പോഴും സുഖം വേണം. കിടക്കുന്ന സ്ഥലം ഉഷാറാണോ, ഭക്ഷണം ഉഷാറാണോ, ഇതൊക്കെയാണ് മുനാഫിഖ്. വഖാല ഹാത്തമുൽ അസം, വലിയ മഹാനാണ്, മഹാനവറുകൾ പറഞ്ഞു, അൽ മുഅ്മിനു മശൂലും ബിൽ ഫിക്രി വൽ ഇബർ, ഒരു മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും ഫിക്റും ഇബറും ഉള്ള ആളായിരിക്കും. എപ്പോഴും ചിന്ത ഉണ്ടാവും, പടച്ചോനെ ഇന്നെന്താ നന്മ ചെയ്തത്, ആഖിറത്തിലേക്ക് എനിക്ക് എന്താ മുതലുള്ളത്, ഇതെപ്പോഴും ചിന്തിക്കുന്നു മുഅ്മിനായ മനുഷ്യൻ. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. വൽ മുനാഫിഖു മശ്ഗൂലും ബിൽ ഹിർസി വൽ അമൽ, മുനാഫിഖ് എപ്പോഴും ആർത്തിയായിരിക്കും. എനിക്കെന്താ കിട്ടുക, എന്റെ ദുനിയാവിലെ കാര്യം എങ്ങനെയാ നടക്കുക, അതെങ്ങനെ അതെങ്ങനെ അതെങ്ങനെ. അതേ സമയത്ത് എനിക്കിന്ന് ഇബാദത്ത് എന്തുണ്ടോ, ഇന്നത്തെ ഇബാദത്ത് എന്തുണ്ട് എന്നത് ചിന്തയില്ല. മുനാഫിഖ് അങ്ങനെയാണ്, മുഅ്മിൻ ഇങ്ങനെയാണ്. വൽ മുഅ്മിനു ആയിസും മിൻ കുല്ലി അഹദിൻ ഇല്ലാ മിനല്ലാഹ്, ഒരു മുഅ്മിനായ മനുഷ്യന് ആരിലും പ്രതീക്ഷ ഉണ്ടാവില്ല. ഒരാളിലും പ്രതീക്ഷ ഉണ്ട്, അയാൾ ഇത് ചെയ്തില്ല, അയാൾ ചെയ്തില്ല, അയാൾ എടുത്തൊന്നും ചെയ്തിട്ടില്ല, കുഴപ്പമില്ല, അള്ളാഹു എനിക്കെല്ലാം നേടിത്തരും. അള്ളാഹു എല്ലാം നേടും, വേറെ ആരുടെ പ്രതീക്ഷയില്ല. വൽ മുനാഫിഖു റാജിൻ, മുനാഫിഖ് ആണെങ്കിൽ എല്ലാവരുടെ പ്രതീക്ഷിക്കും. റാജിൻ കുല്ല അഹദിൻ ഇല്ലല്ലാ, എല്ലാരെയും പ്രതീക്ഷിക്കും, അള്ളാനെ മാത്രവും പ്രതീക്ഷിക്കൂല. അള്ള തരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാവും, ബാക്കി എല്ലാവരുടെ നമുക്ക് പ്രതീക്ഷ ഉണ്ട്. വൽ മുഅ്മിനു ആമിനുൻ മിൻ കുല്ലി അഹദിൻ ഇല്ലാ മിനല്ലാഹ്, മുഅ്മിനായ മനുഷ്യൻ എല്ലാരിൽ നിന്നും അമ്നുള്ളവനാണ്, അള്ളാഹുവിൽ നിന്ന്. പഠിച്ചോനെ, അള്ളാഹ്ക്ക് എന്നെ എപ്പോഴും ശിക്ഷിക്കാലല്ലേ, അള്ളാഹ്ക്ക് പരമാധികാരമില്ലേ, ചെയ്ത ശുക്ർ, ചെയ്ത നിഅമത്തിനനുസരിച്ച് എന്തെങ്കിലും ഒരു ശുക്ർ ഞാൻ ചെയ്തിട്ടുണ്ടോ പഠിച്ചോനെ, ഈ ചിന്ത ഉണ്ടാകും. വൽ മുനാഫിഖു ഖായിഫും മിൻ കുല്ലി അഹദിൻ ഇല്ലാ മിനല്ലാഹ്, മുനാഫിഖായ മനുഷ്യന് എല്ലാരെയും പേടി, ഓൻക്ക് ശരിയായിട്ടുണ്ടോ, ഓൻ വിചാരിച്ച പോലെ ആയിട്ടുണ്ടോ, എല്ലാം പേടി. ഇല്ലാ മിനല്ലാഹ്, അള്ളാഹനെ മാത്രം പേടി. വൽ മുഅ്മിനു യുഖദ്ദിമു മാലഹു ദൂന ദീനിഹി, മുഅ്മിനായ മനുഷ്യന് മാല യുഖദ്ദിമു മാലഹു ദൂന ദീനിഹി, ദൂന ദീനിഹി, മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും
എന്ത് ചെയ്യും? ദീനിനു വേണ്ടി അവന്റെ സമ്പത്ത് ചെലവഴിക്കാൻ അവൻ സന്നദ്ധമാകും. വൽ മുനാഫിഖു യുഖദ്ദിമു ദീനഹു ദൂന മാലിഹി. അവന് ദീന് കൊടുക്കാൻ വേഗം, ദീന ഒഴിവാക്കാൻ വേഗം സന്നദ്ധമാകും. ദീനിന്റെ വിഷയങ്ങളിൽ ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും മുനാഫിഖായ മനുഷ്യൻ. ഇപ്പൊ പലപ്പോഴും നമ്മളൊക്കെ മനസ്സിൽ നിഫാഖ് വന്നു പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്. ഒരു കല്യാണോ ഒരു ചടങ്ങോ ഒക്കെ വരുമ്പോഴേക്ക് പിന്നെ ഹറാമോ ഹലാലൊന്നുമില്ല. കണ്ട ഓഡിറ്റോറിയത്തിലെല്ലാം പോയി എന്തോരം എന്തൊക്കെ തോന്നിയാസങ്ങൾ ഹറാമോ ചെയ്യുന്നു, ഒരു പ്രയാസമില്ല. അല്ലോ ഒരു നിഫാഖിന്റെ ഭാഗമാണല്ലോ. വൽ മുഅ്മിനു യുഹ്സിനു വയബ്കി. മുഅ്മിനായ മനുഷ്യന് നന്മ ചെയ്തിട്ട് എന്നിട്ടും കരയും. കുറച്ചോനെ എന്റെ ഇബാദത്ത് പോരാണ്ടായിപ്പോയോ എന്ന് കരയും. വൽ മുനാഫിഖു യുസീഖു വയദ്ഹഖു. മുനാഫിഖായ മനുഷ്യനുള്ള തെറ്റ് തീർത്ത് ചെയ്യും, എന്നിട്ട് ഇങ്ങനെ ചിരിച്ചു പോകും, ഓൻ പൊട്ടിച്ചിരിക്കും. വൽ മുഅ്മിനു യുഹിബ്ബുൽ ഖൽവത വൽ വഹ്ദത. മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും എന്ത് ചെയ്യും? ഒറ്റക്കിരിക്കുന്നത് ഇഷ്ടപ്പെടും, അവൻ ഇഷ്ടപ്പെടും. വൽ മുനാഫിഖു യുഹിബ്ബുൽ ഖൽവത വൽ മലഅ. മുനാഫിഖായ മനുഷ്യൻ ഇങ്ങനെ കൂടിയിരുന്ന് ആർമാദിക്കൽ അവനക്ക് ഭയങ്കര ആസ്വാദനമായിരിക്കും. വൽ മുഅ്മിനു യസ്റഉ വയഖ്ശൽ ഫസാദ. മുഅ്മിനായ മനുഷ്യൻ കൃഷി ചെയ്യും എന്ന് പറഞ്ഞാൽ ആഖിറത്തിന് വേണ്ടി അമല് ചെയ്യും, പക്ഷേ നഷ്ടപ്പെട്ടോ എന്നുള്ള പേടിയുണ്ടാവും. വൽ മുനാഫിഖു യഖ്ലഉ വയർജുൽ ഹസാദ. ഉള്ളെല്ലാം പറിച്ചു കളി, എല്ലാ കൃഷിയും പറിച്ചു കളി, എന്നിട്ട് നാളെ കൊയ്തെടുക്കാന്ന് ഇങ്ങനെ വിചാരിക്കുകയും ചെയ്യും. അഥവാ അമലൊന്നും ചെയ്യൂല, ഉള്ള അമലൊക്കെ നശിപ്പിക്കുകയും ചെയ്യും, എന്നിട്ട് ആഖിറത്തിൽ വലിയ പ്രതീക്ഷയാണ്. മാഷ് വൽ മുഅ്മിനു യഅ്മുറു വയൻഹാ ലിസിയാസതി ഫയുസ്ലിഹു. ഒരു മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും കൽപ്പിക്കും വിരോധിക്കും ഒക്കെ ചെയ്യും. എന്തിന്? നാടിന്റെ നന്മക്ക്. വൽ മുനാഫിഖു യഅ്മുറു വയൻഹാ ലിറിയാസതി. മുനാഫിഖ് എപ്പോഴും കൽപ്പിക്കുകയും വിരോധിക്കുകയും ഒക്കെ ചെയ്യും, പക്ഷെ അവന്റെ നേതൃത്വത്തിനാണ്, അവന് നേതാവാകണം. ഫയുഫ്സിദു, എന്നിട്ട് അവൻ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യും. അതാണ് മുനാഫിഖായ മനുഷ്യൻ. അല്ലാഹ്, വലിയൊരു വിഷയം തന്നെയാണ് മുഅ്മിന്റെയും മുനാഫിഖിന്റെയും വ്യത്യാസം. ഹുസ്നുൽ ഖുലുഖ് പരിശോധിക്കാൻ ശ്രദ്ധിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? അസ്സബ്റു അലൽ അദാ വഹ്തിമാലിൽ ജഫാ. ആരെങ്കിലും അടുത്ത് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ അത് ക്ഷമിക്കുക. വഹ്തിമാലുൽ ജഫാ, വേറൊരാൾ ഇങ്ങോട്ട് മോശമായി പെരുമാറിയാൽ, പിണങ്ങിയാൽ അത് സഹിക്കുക. വമൻ സക്കാ മിൻ സൂഇൽ ഖുലുഖി ഗൈറഹു ദല്ല ദാലിക അലാ സൂഇ ഖുലുഖിഹി. ഒരാൾക്ക് മറ്റൊരാളുടെ സൂഉൽ ഖുലുഖ്, മറ്റൊരാളുടെ ദുസ്വഭാവം വലിയ പരാതിയാണെങ്കിൽ അത് അയാളുടെ സ്വഭാവം മോശമാണ് എന്നുള്ളതിന്റെ ലക്ഷണം കൂടിയാണ്. അവന്റെ സ്വഭാവം തീരെ ശരിയില്ല എന്ന് പരാതി നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് സൂഉൽ ഖുലുഖ് ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണം കൂടിയാണ്. കാരണം നമുക്ക് സഹിച്ചൂടെ, നമ്മൾ അവനെ സഹിക്കുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഫഇന്ന ഹുസ്നുൽ ഖുലുഖി ഇഹ്തിമാലുൽ അദാ. ഹുസ്നുൽ ഖുലുഖാണ്, സൽസ്വഭാവമാണ് മറ്റൊരാളെ പ്രയാസം സഹിക്കൽ. അപ്പൊ മറ്റൊരാളെ പ്രയാസം ഉണ്ടാവുമ്പോഴേക്കാം പ്രയാസം സഹിക്കാൻ പറ്റുന്നില്ല അവന്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്റെ സ്വഭാവം മോശമാണ് എന്നുള്ളതിന്റെ അടയാളാണ്. ഫഖദ് റുവിയ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങള് കാന യൗമ യംശി വമഅഹു അനസുൻ. അനസ് റളിയല്ലാഹു അൻഹു കൂടെ ഒരിക്കൽ ഇങ്ങനെ പോവുകയാണ്. ഫഅദ്റകഹു അഅറാബിയുൻ. ഒരാള് വന്നു, ഒരു അഅറാബി വന്നു. ഫജദ്ദബഹു ജദ്ബൻ ശദീദൻ. അയാള് നബിതങ്ങളെ ഈ ധരിച്ചിരുന്ന വസ്ത്രം പിടിച്ചു വലിച്ചു, ഒരു ഒന്നൊന്നര വലി. വക്കാന അലൈഹി ബുറുദുൻ നജ്റാനിയുൻ ഖലീദുൽ ഹാസീദ്. കുറച്ച് കട്ടിയുള്ള ഒരു പുതപ്പായിരുന്നു നബിതങ്ങളെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. ഖാല അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഹത്താ നളർത്തു ഇലാ ഉനുഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നബിതങ്ങളെ കഴുത്തിലേക്ക് നോക്കിയപ്പോ ഖദ് അസ്റത്ത് ഫീഹി ഹാസിയത്തുൽ ബുറുദി മിൻ ശിദ്ദത്തി ജദ്ബിഹി. അയാൾ പിടിച്ചു വലിച്ചിട്ട് നബിതങ്ങളെ കഴുത്തിൽ കല വന്നു പോയിട്ടുണ്ട്. ഫഖാല യാ മുഹമ്മദ്, എന്നിട്ട് അയാൾ പറയാണ്, യാ മുഹമ്മദ് ഹബ്ലി മിൻ മാലില്ലാ അല്ലദീ ഇൻദക്. നിങ്ങളുടെ അടുത്തുള്ള അള്ളാഹുവിന്റെ സ്വത്ത് എനിക്ക് താ, എനിക്ക് ക്യാഷ് കൊണ്ടാന്ന് പറയാനാണ് ഇങ്ങനെ പിടിച്ചു വലിച്ചത്. ഫൽതഫത്ത ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ അയാളെ നോക്കി. വളഹിക, എന്നിട്ട് ചിരിച്ചു. വല്ലാത്തൊരു കഥയായിരുന്നു. അയാൾക്ക് സംഭാവന ചോദിക്കാനാണ് ഈ പിടിച്ചു വലിച്ചത്.
തുമ്മ അമറ ബിഇഅ്താഇഹി, അയാൾക്ക് കൊടുക്കാൻ പറഞ്ഞു. വലമ്മ അക്സറത്തു, അതാണ് നബിതങ്ങളുടെ സ്വഭാവം. അല്ലാഹ് സല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. വലമ്മ അക്സറത്തു ഖുറൈശുൻ ഈദാഅഹു വദർബഹു, നബിതങ്ങളെ വല്ലാതെ ഖുറൈശികൾ വേദനിപ്പിച്ച ബുദ്ധിമുട്ടിച്ച സമയത്ത് അപ്പ നബിതങ്ങൾ പറഞ്ഞത് എന്താ? അല്ലാഹുമ്മ ഗ്ഫിർലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. പടച്ചോനെ, എന്റെ ഉമ്മത്തിന് നീ പുറത്തു തരണേ, അവർക്ക് വിവരം കുറവായതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്തത്. അതല്ലേ നബിതങ്ങളെ ഇത്തിബാ. ഖീല ഇന്ന ഹാദാ യൗമു ഉഹുദ് ഫലിദാലിക അൻസലല്ലാഹു തആല വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അതായത് ഉഹദിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കപ്പെട്ട ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ കൂടിയാണ് നിങ്ങളോട് പറഞ്ഞത് ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, എല്ലാ വലിയ മഹത്വമുള്ള സ്വഭാവത്തിന്റെയും മേലെയാണ് അങ്ങ് എന്ന് പറയപ്പെട്ട ആ സമയത്താണ് അത് ഇറങ്ങിയത് എന്ന് അസ്വാബുൽ നുസൂൽ വിശദീകരിക്കുന്ന സമയത്ത് പറയപ്പെട്ടത് കാണാം. അപ്പോ ഇതൊരു വലിയ വിഷയം തന്നെ. അഥവാ ഇങ്ങോട്ട് ഒരാള് പ്രയാസപ്പെടുത്തുമ്പോൾ അതിൽ വിഷമിക്കുന്ന സാഹചര്യം ഇല്ലാതിരിക്കൽ സൽസ്വഭാവമാണ്. വയുഹ്ക അന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹം ഖറജ യൗമൻ ഇലാ ബഅദിൽ ബറാരി ഫസ്തഖ്ബലഹു റജുലുൻ ജുന്ദിയ്യുൻ. ഒരു ദിവസം ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തു? ഒരു പട്ടാളക്കാരൻ, പോലീസുകാരൻ വന്നു. ഫഖാല അൻത അബ്ദുൻ, ചോദിച്ചു, നിങ്ങൾ അടിമയാണോ എന്ന് ചോദിച്ചു. ഖാല നഅം, അപ്പൊ അതേന്ന് പറഞ്ഞു. ഫഖാല ലഹു ഐനൽ ഉംറാൻ, എവിടെയാണ് ആൾക്കാരുള്ളത് എന്ന് ചോദിച്ചു. ഫഅശാറ ഇലൽ മഖ്ബറത്ത്, അപ്പൊ ഇബ്രാഹിം അദ്ഹം തങ്ങൾ മഖ്ബറ കാണിച്ചു കൊടുത്തു. കാരണം അവിടെയാണല്ലോ കൂടുതൽ ആൾക്കാരുള്ളത്. ഫഖാല ജുന്ദിയു ഇന്നമാ അറത്തുൽ ഉംറാന, അപ്പൊ ഈ പോലീസുകാരൻ പറഞ്ഞു, ഞാൻ ചോദിച്ചത് ആൾക്കാരുള്ള സ്ഥലമല്ലേ ചോദിച്ചത്, ജനങ്ങൾ എവിടെ ഉള്ളത്? ഫഖാല ഹുവൽ മഖ്ബറത്ത്, അപ്പൊ അത് മഖ്ബറയല്ലേ, അത് ആൾക്കാരുള്ളത് മഖ്ബറയിലാണ് എന്ന് പറഞ്ഞപ്പോ ഫഖാദഹു ദാലിക, അയാൾക്ക് വല്ലാതെ വെറുപ്പ് പിടിച്ചു. അയാള് ഫളറബ റഅസഹു ബിസ്സൗത്തി, ചാട്ടവാറുകൊണ്ട് തലക്ക് കൊടുത്തു ഇബ്രാഹിം അദ്ഹം തങ്ങൾ. ഫശജ്ജഹു വറദ്ദഹു ഇലൽ ബലദി ഫസ്തഖ്ബലഹു അസ്ഹാബുഹു ഫഖാലു മൽ ഖബറു ഫഅഖ്ബറഹുൽ ജുന്ദിയ്യു മാ ഖാലഹു. അപ്പോ തല പൊട്ടി. അങ്ങനെ തിരിച്ച് എന്ത് ചെയ്തു? നാട്ടിലേക്ക് ചെന്നു. അങ്ങനെ ചെന്നപ്പോ ഫസ്തഖ്ബലഹു അസ്ഹാബുഹു, ആൾക്കാര് കണ്ടിട്ട് ചോദിച്ചു, ഫഖാലു മൽ ഖബർ, എന്തേ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ ഈ പോലീസുകാരൻ എന്ത് ചെയ്തു? ഉണ്ടായ സംഭവമൊക്കെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞതൊക്കെ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഫഖാലു അതാ ഇബ്രാഹിം ഇബ്നു അദ്ഹം, ഇതാണ് നമ്മളെ മഷ്ഹൂറായ പ്രസിദ്ധനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ഒരുപാട് വലിയ ഭരണാധികാരിയൊക്കെ ആയിട്ട് ഇപ്പം വലിയ സൂഫിയായ മഹാനാണ്. ഫനസലൽ ജുന്ദിയു അൻ ഫറസിഹി ഫഖബ്ബല യദൈഹി വരിജിലൈഹി. അങ്ങനെ ഈ പോലീസുകാരൻ വന്നു, എന്നിട്ട് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് കയ്യും കാലൊക്കെ പൊടിച്ച് ചുംബിച്ചു. വജാല യഅ്തദിറു ഇലൈഹി, എന്നിട്ട് പറഞ്ഞു, സോറി, എന്നോട് പറ്റിപ്പോയതാണ്, അബദ്ധം പറ്റിപ്പോയതാണ്. വഖീല ബഅദ ദാലിക ലഹു, ആ സമയത്ത് അവരോട് ചോദിക്കപ്പെട്ടു, ലിമ ഖുൽത ലഹു അന അബ്ദ്, നിങ്ങൾ എന്തിനാ അയാളോട് നിങ്ങളെ അടിമയാന്ന് പറഞ്ഞത്? വഖാല ഇന്നഹു ലം യസ്അൽനി അബ്ദു മൻ അൻത, ആരുടെ അടിമയാണെന്ന് ചോദിച്ചിട്ടില്ല, അടിമയാണോന്നേ ചോദിച്ചിട്ടുള്ളൂ, ഞാൻ അടിമയാണ്. ബൽ ഖാല അൻത അബ്ദു, നിങ്ങൾ അടിമയാണോ എന്നാ ചോദിച്ചത്. ഫഖുൽതു നഅം, അതെ, ഞാൻ അടിമയാണല്ലോ. ലിഅന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാന്റെ അടിമയല്ല. ഫലമ്മാ ദറബ റഅസി, അയാൾ എന്റെ തലക്ക് തല്ലിയപ്പോ സഅൽതുല്ലാഹ ലഹുൽ ജന്ന, ഞാൻ അയാൾക്ക് സ്വർഗം കൊടുക്കാൻ വേണ്ടി അള്ളാഹിനോട് ദ്വാരന്നിട്ടുണ്ട്. ഖീല കൈഫ വഖദ് ലലമക, അയാൾ നിങ്ങളെ ആക്രമിച്ചതല്ലേ, പിന്നെന്തിനാ അയാൾക്ക് സ്വർഗം കൊടുക്കാൻ ദ്വാരുന്നത്? ഫഖാല അലിംതു അന്നനി ഉജറു അലാ മാ നാലനി മിൻഹു, അയാൾ എന്നെ ആക്രമിച്ചതിനൊക്കെ എനിക്ക് പ്രതിഫലം കിട്ടുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അയാൾക്കും പ്രതിഫലം കിട്ടട്ടെ എന്ന് ചോദിച്ചു. ഫലം ഉരിദ് അൻ യകൂന നസീബി മിൻഹുൽ ഖൈറ വ നസീബുഹു മിന്നി അശ്റ, അയാൾ എന്നെ തല്ലിയിട്ട് ആഖിറത്തിലെത്തിയിട്ട് അയാൾക്ക് ശിക്ഷയും
അയാൾ എന്നെ തല്ലിയിട്ട് എനിക്ക് പ്രതിഫലവും കിട്ടി, ഞാൻ രക്ഷപ്പെടുകയും അയാൾ ഒറ്റപ്പെടുകയും വേണ്ട, അയാൾക്കും കൂടെ പ്രതിഫലം കിട്ടിക്കോട്ടെ എന്നാണ് ഞാൻ കരുതിയത്. ഇതാണ് ഇബ്രാഹിമിൻ അദ്ദേഹം റളിയല്ലാഹു അൻഹു കാണിച്ച സൽസ്വഭാവം. മറ്റൊരാളുടെ പ്രയാസം ക്ഷമിക്കുമ്പോൾ നമുക്കതിന് പ്രയാസത്തിനൊക്കെ കൂലി ഉണ്ടാകും. വീട്ടിൽ ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഭാര്യയുടെ സ്വഭാവം മോശമായിട്ട്, ഭർത്താവിന്റെ സ്വഭാവം മോശമായിട്ട്, ഉമ്മാന്റെ സ്വഭാവം മോശമായിട്ട്, മക്കളുടെ സ്വഭാവം മോശമായിട്ട് അതിനൊന്നും വിഷമിക്കണ്ട. അതിനൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുമെന്ന ചിന്തയുണ്ടെങ്കിൽ എവിടെയാ ഒരു മനുഷ്യന് വിഷമം, സങ്കടപ്പെടാൻ എവിടെ? ഇതാണ് സ്വഭാവം നന്നാകൽ. അല്ലാഹ് അബൂ ഉസ്മാനുൽ ഹൈരിയു ഇലാ ദഅവത്തി, ഒരു പരിപാടിക്ക് ക്ഷണിക്കപ്പെട്ടു അബൂ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. വകാനദ്ദായി ഖദ് അറാദ തജ്രിബതഹു, ഈ വിളിച്ച ആള് ഒന്ന് പരിശോധിക്കാനാണ് ഉദ്ദേശിച്ചത്. ഫലമ്മാ ബലഗ മൻസിലഹു ഖാല ലഹു, വീട്ടിലെത്തിയപ്പോ പറഞ്ഞു, ലൈസ ലി വജുഹുൻ ഫറജഅ ഉസ്മാൻ, അബൂ ഉസ്മാൻ. അപ്പൊ അബൂ ഉസ്മാന് മഹാനവറുകൾ അവിടുന്ന് മടങ്ങിപ്പോന്നു. ഫലമ്മാ ദഹബ വൈറ ബഈദിൻ ദഅാഹു സാനിയൻ, കുറച്ചങ്ങോട്ടെത്തിയപ്പോ രണ്ടാമതും വിളിച്ചു. ഫഖാല ലഹു യാ ഉസ്താദ് ഇർജിഅ, തിരിച്ചു വരാൻ പറഞ്ഞു. ഫറജഅ അബൂ ഉസ്മാൻ, അബൂ ഉസ്മാൻ വീണ്ടും ചെന്നു. ഫഖാല ലഹു മിസ്ല മഖാലത്തിഹിൽ ഊല, അപ്പോ അവിടെ എത്തിയപ്പോ വീണ്ടും ഒന്നാമത് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, പോവാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ചുപോയി. ഫറജഅ സുമ്മ ദഅാഹു സാലിസ, മൂന്നാം തവണയെ അയാൾ വിളിച്ചു. വഖാല ഇർജിഅ അലമാ യൂജിബുൽ വഖ്ത ഫറജഅ, പിന്നെയും തിരിച്ചു പോകാൻ പറഞ്ഞു, പിന്നെയും തിരിച്ചു. ഫലമ്മാ ബലവൽ ബാബ, അങ്ങനെ ഗേറ്റിന്റെ അടുത്ത് എത്തിയപ്പോ ഫഖാല ലഹു മിസ്ല മഖാലത്തിഹിൽ ഊല, ഒന്നാമത് പറഞ്ഞ പോലെ തന്നെ വീണ്ടും, ആദ്യം പറഞ്ഞ പോലെ തന്നെ വീണ്ടും വിളിച്ചു. ഫറജഅ അബൂ ഉസ്മാൻ മടങ്ങി. സുമ്മ ജാഅഹു റാബിഅത ഫറദ്ദഹു, നാലാം തവണയും വിളിച്ചു, അപ്പയും തിരിച്ചയച്ചു. ആമലഹു ബിദാലിക മറാത്തിൻ, പല തവണ ഇതുപോലെ വിളിച്ചു. അതായത് വീട്ടിലേക്ക് വിളിക്കുക, എന്നിട്ട് ഇവിടെ എത്തിയിട്ട് ഒന്നുമില്ല, നിങ്ങൾ പോയിക്കോന്ന് പറയും. അബൂ ഉസ്മാൻ ലാ യതഗയ്യറു മിൻ ദാലിക, അബൂ ഉസ്മാൻ ഒരു വിഷമവും ഇല്ല, ഒരു പ്രയാസവും കാണിച്ചു. ഫഅകബ്ബ അലാ റിജ്ലൈഹി, അങ്ങനെ പലതവണ അങ്ങനെ ചെയ്തപ്പോ ഇയാളെ അബൂ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാൽക്കൽ വീണു. ഖാല യാ ഉസ്താദ് ഇന്നമാ അറദ്തു അൻ അഖ്തബിറക്, ഞാൻ നിങ്ങളൊന്ന് പരീക്ഷിക്കാൻ നോക്കിയതാണ്, നിങ്ങളുടെ ക്ഷമ അത് എത്രമാത്രം ഉണ്ട്, നിങ്ങളുടെ സൽസ്വഭാവം എത്രമാത്രം ഉണ്ട്. ഫലമ്മ ഫമാ അഹ്സന ഖുലുഖക്, എന്തൊരു നല്ല സ്വഭാവമാണ് നിങ്ങളുടേതൊക്കെ. ഫഖാല ഇന്നല്ലദീ റഅയ്ത മിന്നി ഹുവ ഖുലുഖുൽ കൽബി, നീ എന്റെ അടുത്തുനിന്ന് കണ്ടത് അത് നായയുടെ സ്വഭാവമാണ് മോനെ. നായക്ക് നീ ഒരു നല്ല സാധനം കാണിച്ച് വിളിച്ചാൽ നായ വരും, ഇല്ല പോന്ന് പറഞ്ഞാൽ നായ പോവും, പിന്നെയും വിളിച്ചാൽ പിന്നെയും വരും, അത് നായയുടെ സ്വഭാവമാണ്. ഇന്നൽ കൽബ ഇദാ ദുഇയ അജാബ വഇദാ സുജിറ ഇൻസജറ, അതിനെ വിളിച്ച് ഒരു നല്ല സാധനം കാണിച്ചു വിളിച്ചാൽ അത് വരും, പോന്ന് പറഞ്ഞാൽ പോവും, അത് നായയുടെ സ്വഭാവമാണ് എന്ന് മഹാനവറുകൾ പറഞ്ഞു. അഥവാ അത് പറയുമ്പോഴേക്ക് നായയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പാഠങ്ങളുണ്ട് എന്ന് മഹാന്മാർ പറയുന്നത് കാണാം. അതുപോലത്തെ ഒരു പാഠമാണ് അത് എന്ന് അബൂ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. സൽസ്വഭാവം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, പ്രകോപിതനാകാതിരിക്കുക. വറുവിയ അൻഹു ഐളൻ അന്നഹു ജിദ്ദാസ യൗമൻ ഫീ സിക്കത്തിൻ ഫതർഹത അലൈഹി ഇജാനത്തു റമാദിൻ. ഒരിക്കൽ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഒരിക്കല് ഒരു വഴിയിലൂടെ പോവുകയാണ്. അപ്പൊ അവിടെ ഇങ്ങനെ വെണ്ണീരിന്റെ ഒരു പാത്രം അത് ഇട്ടിട്ടുണ്ട്. ഫനസല അൻ ദാബത്തിഹി ഫസജദ സജദത്തൻ, അപ്പോ അവിടെ ഇറങ്ങിയിട്ട് നിസ്കരിച്ചു, അല്ലെങ്കിൽ സുജൂദ് ചെയ്തു. സജദത്ത ശുക്രി, ശുക്രിന്റെ സുജൂദ് ചെയ്തു. തുമ്മ ജഅല യൻഫുദു റമാദ അൻ സിയാബിഹി, പിന്നെ ആ വെണ്ണീരിങ്ങനെ തട്ടി കൊടയാണ്. വലം യഖുൽ ഷൈഅൻ, ഒന്നും പറഞ്ഞില്ല. ഫഖീല അലാ സബർതഹും ഫഖാല ഇന്ന മൻ ഇസ്തഹഖ അൻ-നാറ ഫസൂലിഹ അല റമാദി ലം യജുസ് ലഹു അൻ യഗ്ളബ. അതായത് ഇവര് ഇങ്ങനെ ചെയ്തത് അതിനെതിരെ ഒന്ന് പറഞ്ഞൂടെ, പണ്ണീർ ഇവിടെയാണോ കൊണ്ടിടുന്നെന്ന് ചോദിച്ചൂടെ? ആ സമയത്ത് പറഞ്ഞു, ഒരാള് നരകത്തിന് അർഹനാണെങ്കിൽ എന്നിട്ട് അയാൾക്ക് മസ്ലഹത്ത് ഉണ്ടാകുകയും അയാളെ നന്നാക്കുകയും ചെയ്താൽ അയാൾക്ക് പിന്നെ അവിടെ
ദേഷ്യം പിടിക്കാൻ അവകാശമില്ല. എന്ന് പറഞ്ഞാൽ നമ്മള് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയല്ലേ, അങ്ങനെ രക്ഷപ്പെടുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു വെണ്ണീരായതിനാണോ പിന്നെ ആകെ ദേഷ്യപ്പെടുന്നത്? തീ തന്നെ ആകാൻ അർഹനായ മനുഷ്യനാണ് ഞാൻ. ആ തീ തന്നെ ആകാൻ അർഹനായ ഒരാൾക്ക് ഒരു വെണ്ണീരായതിന് എന്ത് സങ്കടപ്പെടാനാണ് എന്നാണ് മഹാനവറുകളുടെ ചോദ്യം. അഥവാ പെരുമാറ്റങ്ങളിൽ, സമീപനങ്ങളിൽ ഉണ്ടാകുന്ന ഒരുപാട് മഹാന്മാരുടെ അനുഭവങ്ങൾ, ഇതാണ് സൽസ്വഭാവത്തിന്റെ ലക്ഷണമായി മഹാനവറുകൾ ഉദ്ധരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് തുടർന്നും നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അവസരോചിതമായി ചർച്ച ചെയ്യുകയും പഠന വിധേയമാക്കുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അടുത്ത ഒരാഴ്ചത്തെ ചർച്ച അവിടുന്ന് അങ്ങോട്ട് ആക്കല നല്ലതെന്ന് തോന്നുന്നു. ജീവിതത്തിന് ഏറെ മാറ്റമുണ്ടാക്കാൻ സഹായിക്കുന്ന, സൽസ്വഭാവത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന, അതോടൊപ്പം നമ്മുടെ ചിന്താഗതിയെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള വല്ലാത്തൊരു വിവരണമാണ് മഹാനവറുകളുടെ. ഇമാമിന്റെ ആ വിവരണങ്ങൾ അതിന് മറ്റൊരു വിവരണം ചേർക്കേണ്ടതില്ലാത്ത വിധം അത്ര അത്ഭുതകരമാണ് ഇമാമിന്റെ വിവരണം. ആ കിതാബുകൾ അതിങ്ങനെ ഇടക്കൊന്ന് മുത്താലായ ചെയ്യാൻ പറ്റിയാൽ തന്നെ ജീവിതത്തിന് ഏറെ മാറ്റം ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ആവുമ്പോ എല്ലാരോടും ആരോടും വെറുപ്പുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല. മക്കളോട് വെറുപ്പ്, ബാപ്പാനോട് വെറുപ്പ്, ഭാര്യയോട് വെറുപ്പ്, ഭർത്താവിനോട് വെറുപ്പ്, ഇതൊന്നും ഉണ്ടാകില്ല. ഇൻഷാ അല്ലാഹ് യൂട്യൂബിൽ റെക്കോർഡ് വരും കേട്ടോ. അത് കാണുകയും പരമാവധി പ്രചരിപ്പിക്കുകയും ചെയ്യാം. ഇൽമ് മറ്റുള്ളവരിലേക്ക് എത്തിയാൽ വലിയ ആവശ്യമുള്ള ഇൽമാണ്. പരസ്പരം വെറുപ്പുണ്ടാകുന്നത്, ഒരാൾ ഇങ്ങോട്ട് എന്തെങ്കിലും ഉൽമ ചെയ്താൽ അതിന് അങ്ങോട്ട് വെറുപ്പുണ്ട് കിടക്കുക. എന്താ ഇതിന്റെയൊക്കെ ആവശ്യം? അള്ളാഹിനെ ഓർമ്മ ഉണ്ടെങ്കിൽ, അള്ളാഹുവിനെ ഓർമ്മ ഉണ്ടെങ്കിൽ എന്താ അതിന്റെയൊക്കെ ആവശ്യം? ആരോട് പിണങ്ങാനാണ്? ആരോട് വെറുപ്പ് കാണിക്കാനാണ്? ആരോടും, ജോലിക്കാരോട് വെറുപ്പ്, മുതലാളിയോട് വെറുപ്പ്, ഇതൊന്നും ആവശ്യമില്ല. എന്നോട് അങ്ങനെ ചെയ്തു കളഞ്ഞു, എന്നോട് ഇങ്ങനെ ചെയ്തു കളഞ്ഞു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നമുക്ക് ദുആ ചെയ്യട്ടെ. ഇസാസ തന്നെ ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഒരുപാട് നല്ല നല്ല ആൾക്കാരുള്ള സദസ്സാണ്, നല്ല മഹാന്മാരൊക്കെ പങ്കെടുക്കുന്ന സദസ്സാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൽ തന്നെ ദുആ ചെയ്യാം. ഒരുപാട് പേരുണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ പ്രയാസപ്പെടുന്നത്. നമുക്ക് ആരെയും ഉപദേശിക്കാൻ നമ്മളെ കയ്യിലൊന്നും ഇല്ലല്ലോ. നല്ല മറ്റുള്ളവരെ നന്നാക്കുന്നുണ്ട്. അതേ സമയത്ത് നല്ലവരായ മഹാന്മാർ അവരുപദേശിച്ച ഉപദേശങ്ങൾ വായിക്കുകയും അത് കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു മാറ്റം അല്ലാഹു തരും ഇൻഷാ അല്ലാഹ്. നമ്മുടെ ജീവിതാവശ്യങ്ങൾ നിറവേറാനൊക്കെ നന്മകളുള്ളവരാവുക, നന്മയുടെ വക്താവുക, നന്മയുടെ പിന്നാലെ കൂടുക. അപ്പോ ജീവിതം അങ്ങനെ ആകണം. അള്ളാഹു നമുക്ക് മറ്റുള്ളവരോടുള്ള വിഷമമായിട്ട് റബ്ബിന്റെ അടുത്ത് ചെന്നാൽ, ഇല്ലാമൻ നത്തല്ലാഹു ബിഖൽബിൻ സലീം, അള്ളാന്റെ അടുക്ക ചെല്ലുമ്പോ ആരോടും ഒന്നും ബാക്കി വെക്കരുത്, എല്ലാം ഒഴിവാക്കിയിട്ട് പോകാൻ പറ്റും. ഏത് നിമിഷം വിളിച്ചാലും പോകാൻ പറ്റുന്ന രീതിയിൽ എപ്പോഴും റെഡിയോ ആയിരിക്കും. പോകാനുള്ള തിരക്കിലായിരിക്കണം എല്ലാ പ്രവർത്തനം, അതിനുള്ള തിരക്കായിരിക്കണം എല്ലാവർക്കും. അല്ലാതെ തിരക്കൊഴിഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു, ഇത്തിരക്കുണ്ടാക്കണം. അല്ലാത്ത അജിലത്ത് ശൈത്താന്റെതാണ്. അതായത് ദുനിയാവിന്റെ അജലത്ത് ശൈത്താന്റെതാണ്. എപ്പോഴും ശാന്തമായി ചെയ്യാനുള്ള പണികൾ എടുത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ അങ്ങ് പോകണം, റാഹത്തായിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് അങ്ങ് പോകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പടച്ചോനെ, ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെ തെറ്റും കുറ്റവും ഒക്കെ പുറത്തു തരണേ റഹ്മാനെ. നല്ലതിന് തൗഫീഖുള്ളവരാക്കണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതാവശ്യങ്ങളൊക്കെ നിറവേറ്റി തരണേ റബ്ബേ. ഒരുപാട് പേര്, ഒരുപാട് ജീവിതാവശ്യങ്ങൾ, എല്ലാവരുടെ എല്ലാ ജീവിതാവശ്യങ്ങളും നീ നിറവേറ്റി തരണം റഹ്മാനെ. ഞങ്ങളെ നല്ലവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നല്ല ചിന്തയും നല്ല വാക്കും നല്ല പ്രവൃത്തിയും ഞങ്ങൾക്കെന്നും സാധ്യമാക്കി തരണേ, എളുപ്പമാക്കി തരണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ ആരെയും നീ വെറുതെ ആക്കരുതേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ തുണയാകണേ റഹ്മാനെ, നീ സഹായിയാകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഇത്തരം നല്ലതിൽ സംഗമിച്ച ഞങ്ങളെല്ലാരെയും ആഖിറത്തിലും നല്ലവരുടെ കൂട്ടത്തിൽ സംഗമിപ്പിക്കണേ റഹ്മാനെ.
ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടിക്കീഴിൽ ലിവാഉൽ ഹംദിന്റെ കീഴിൽ തങ്ങളുടെ ജിവാറിൽ രണ്ട് ലോകത്തും മഖ്ബൂലായി ഞങ്ങളെ പലതവണ എത്തിച്ചു തരണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.